നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ സജിത് നമ്പ്യാർ. ഒരു നിമിഷം നിങ്ങൾ ഒരു അന്യ നഗരത്തിലാണ്. രാത്രി നല്ല തണുപ്പ്, വീട്ടിലേക്ക് തിരിച്ചു പോകണം. പക്ഷേ ഒരു ടാക്സി പോലും കിട്ടുന്നില്ല. നിങ്ങൾ എന്തു ചെയ്യും? ഒരു പക്ഷേ പരാതിപ്പെടും, കുറച്ചു നേരം കൂടി കാത്തിരിക്കും, അല്ലെങ്കിൽ നടന്നു പോകാൻ ശ്രമിക്കും. പക്ഷേ 2008 ഒരു തണുത്ത രാത്രിയിൽ പാരീസിൽ രണ്ടു മനുഷ്യർക്ക് ഇതേ പ്രശ്നം നേരിട്ടപ്പോൾ അവർ മറ്റൊരു കാര്യം ചെയ്തു. അവർ ഒരു ചോദ്യം ചോദിച്ചു. ഒരു ബട്ടൺ അമർത്തിയാൽ ഒരു കാർ നമ്മുടെ അടുത്തേക്ക് വന്നാലോ? ആ ചോദ്യം വെറും ഒരു ചിന്തയായിരുന്നു. പക്ഷെ ആ ചെറിയ ചിന്തയാണ് പിന്നീട് ലോകത്തിന്റെ യാത്രാ രീതിയെ മാറ്റിയത്. അതെ, ഇതാണ് ഊബറിന്റെ കഥ. ആ തണുത്ത രാത്രി ട്രാവിസ് കലാനിക് ഗ്രാൻഡ് ക്യാമ്പ് 2008 ശൈത്യകാലത്ത് പാരീസിലായിരുന്നു. അവർ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സാധാരണ പ്രശ്നം അവരുടെ മുന്നിലെത്തിയത്. ടാക്സി കിട്ടുന്നില്ല. പക്ഷെ ഗ്യാരറ്റ് ക്യാമ്പിന്റെ മനസ്സിൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചില്ല. അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ട് ഒരു കാർ ആവശ്യപ്പെട്ടാൽ ഇത്ര ബുദ്ധിമുട്ട്? നമുക്ക് ഒരു ബട്ടൺ അമർത്തിയാൽ കാർ ലഭിച്ചാൽ പോരെ? ഊബറിന്റെ ഫൗണ്ടിംഗ് സ്റ്റോറിയിൽ ഈ ചിന്തയ്ക്കാണ് തുടക്കം നൽകുന്നത്. ഇവിടെയാണ് ഈ കഥയുടെ ആദ്യത്തെ വലിയ പാഠം. മറ്റുള്ളവർ കണ്ടത് ഒരു പ്രശ്നം, പക്ഷേ ഗ്യാരറ്റ് ക്യാമ്പ് കണ്ടത് ഒരു ഓപ്പർച്യൂണിറ്റി. സുഹൃത്തുക്കളെ, പ്രശ്നം എല്ലാവർക്കും കാണാം, പക്ഷേ പ്രശ്നത്തിനുള്ളിലെ അവസരം എല്ലാവർക്കും കാണാൻ കഴിയില്ല. ഒരു ഐഡിയ മാത്രം. 2009 മാർച്ചോടെ ഗ്യാരറ്റ് ക്യാമ്പ് ഈ ആശയത്തിൽ ഗൗരവമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു സ്മാർട്ട് ഫോൺ ആപ്പ്, ഒരു ബട്ടൺ, ഒരു കാർ, ഇത്രയുമായിരുന്നു തുടക്കത്തിലെ വിഷൻ. പക്ഷേ ഒരു ഐഡിയ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഐഡിയ ആക്ഷനാണ് യഥാർത്ഥ മാറ്റം ഉണ്ടാക്കുന്നത്. ട്രാവിസ് കലാനിക് പിന്നീട് ഈ സംരംഭത്തിൽ കൂടുതൽ സജീവമായി ചേർന്നു. അങ്ങനെ ഒരു ചെറിയ ആശയം പതുക്കെ ഒരു സ്റ്റാർട്ടപ്പായി മാറാൻ തുടങ്ങി. പക്ഷേ ഒരു ചോദ്യം, ഇത് ശരിക്കും പ്രവർത്തിക്കുമോ? അത് തെളിയിക്കണം. അതിനായി അവർ ഒരു പരീക്ഷണം തുടങ്ങി. 2010 ജനുവരിയിൽ ന്യൂയോർക്കിൽ വെറും 3 കാറുകളുമായി ആദ്യ ടെസ്റ്റ് റൺ. അതെ, 3 കാറുകൾ. ഇന്ന് യൂബർ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ലോകമെമ്പാടുമുള്ള വലിയൊരു ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കാണ്. പക്ഷേ ആ വലിയ കഥ തുടങ്ങിയത് 3 കാറുകളിൽ നിന്നാണ്. 3 കാറുകൾ. ഒരുപാട് ആളുകൾ ഉണ്ടാകണമെന്നില്ല, വലിയ ഓഫീസ് വേണ്ട, വലിയ ടീം വേണ്ട. ആദ്യം വേണ്ടത് ഒരു പ്രവർത്തിക്കുന്ന ഐഡിയ. ഇതാണ് എന്റർപ്രണർഷിപ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. ആരംഭിക്കാൻ എല്ലാം പെർഫെക്റ്റ് ആകുന്നത് വരെ കാത്തിരിക്കരുത്. ചെറുതായി തുടങ്ങൂ, പരീക്ഷിക്കൂ, തെറ്റുകൾ തിരുത്തൂ, വീണ്ടും ശ്രമിക്കൂ. പിന്നെ സാൻ ഫ്രാൻസിസ്കോ 2010 മെയ് 31 ഊബർ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു. അന്ന് അത് ലോകം മാറുമെന്ന് ആരും ഉറപ്പായി പറഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു ചെറിയ ആശയം, ഒരു ചെറിയ ടീം, ഒരു പുതിയ ടെക്നോളജി പതുക്കെ വളരാൻ തുടങ്ങി. പക്ഷേ ഇവിടെ കഥ അവസാനിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഊബറിന്റെ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ടാക്സി കിട്ടിയില്ലെങ്കിൽ ഊബർ ഉണ്ടാക്കണം എന്നല്ല. അതിലും വലിയൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് പണമില്ലേ? എനിക്ക് കഴിയില്ല എന്ന് പറയരുത്. ചോദിക്കൂ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് അവസരം കിട്ടുന്നില്ലേ? ചോദിക്കൂ, ഞാൻ തന്നെ ഒരു അവസരം സൃഷ്ടിക്കാമോ? നിങ്ങളുടെ ബിസിനസ്സിൽ പ്രശ്നമുണ്ടോ? ചോദിക്കൂ, ഇതിന്റെ പരിഹാരം എന്താണ്? പ്രോബ്ലം, ഐഡിയ, ആക്ഷൻ, സക്സസ്. ഇതാണ് ഇന്നത്തെ കഥയുടെ ഫോർമുല. പ്രശ്നം, പിന്നെ ആശയം, പിന്നെ പ്രവർത്തനം, അതിനുശേഷം വിജയം. ഒരു ചെറിയ ചോദ്യം നിങ്ങളോട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടോ? ഒന്ന് നിർത്തി ചിന്തിക്കൂ. ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത വലിയ അവസരം ആ പ്രശ്നത്തിന്റെ ഉള്ളിൽ തന്നെയായിരിക്കാം.
നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു തടസ്സമായിരിക്കാം, പക്ഷെ മറ്റൊരാൾ അതേ കാര്യത്തെ കാണുന്നത് ഒരു അവസരമായിരിക്കാം. ഒരു തണുത്ത രാത്രിയിൽ രണ്ടു മനുഷ്യർക്ക് ഒരു ടാക്സി കിട്ടിയില്ല. അവർക്ക് വേണമെങ്കിൽ അതൊരു മോശം അനുഭവമായി മറക്കാമായിരുന്നു. പക്ഷേ അവർ ചോദിച്ചു, ഇതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയുമോ? ആ ചോദ്യം ഒരു ഐഡിയയായി, ആ ഐഡിയ ഒരു ആപ്പായി, ആ ആപ്പ് ഒരു ബിസിനസ്സായി, പിന്നീട് ഒരു ആഗോള ബ്രാൻഡായി വളർന്നു. അതിനാൽ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത തവണ ഒരു പ്രശ്നം വരുമ്പോൾ പരാതിപ്പെടുന്നതിന് മുമ്പ് ഒരു നിമിഷം നിർത്തി ചോദിക്കൂ, ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരമാകുമോ? കാരണം ചിലപ്പോൾ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരത്തിന്റെ വാതിലാണ്. റിയൽ സ്റ്റോറീസ്, റിയൽ സക്സസ്, റിയൽ ഇൻസ്പിറേഷൻ. ഇതാണ് സ്പീക്ക് ടു ഇൻസ്പയർ വോളിയം 4. ഞാൻ സജിത് നമ്പ്യാർ. നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെ ഭയത്തോടെ നോക്കരുത്, ഒരു അവസരമായി നോക്കൂ. ഒരു പക്ഷേ അടുത്ത വലിയ കഥ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും. നന്ദി, നമസ്കാരം.